ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന് ഒത്തിരി ആലോചിച്ച ശേഷം ഒരു ഷോർട്സ് ആയിട്ടെങ്കിലും ഇടാമെന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എൻ്റെ ടീസർ റിയാക്ഷനും അതുപോലെ തന്നെ ട്രെയിലർ റിയാക്ഷനും ഒക്കെ അത്യാവശ്യം നല്ല വ്യൂസും കാണലൊക്കെ കിട്ടി തുടങ്ങിയ ഒരു ടൈമായിരുന്നു. അപ്പോൾ വിജയുടെ ഒരു ഫസ്റ്റ് ലുക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു റിയാക്ഷൻ കാണലൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കമൻറ്റ് സെക്ഷനും അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം ഉറപ്പായത്. അതായത് വിജയുടെ അവസാനത്തെ പടമാണ്. അതായത് ഈ ഒരു മൂവി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയ് പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിലോട്ട് മാറുവാണ്. ഞാനൊരു കട്ട വിജയ് ഫാനാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു ഷോക്കായിരുന്നു. എന്ത് ഞാൻ പറയുന്നത്. അതായത് ഇത് വിജയുടെ അവസാനത്തെ പടമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വിജയ് പടവും കാണലൊന്നും ചെയ്യുന്നില്ല. ലിയോ 2 ഉണ്ടാവുമോയെന്നൊന്നും അറിയത്തില്ല. എല്ലാവരും പറയുന്നത് ഇതാണ് വിജയുടെ ലാസ്റ്റ് പടം എന്നാണ്. ഈ ഒരു വർഷം ഇതിൻ്റെ റിലീസില്ല. അടുത്ത വർഷം 2026 ഈ ഒരു പടം റിലീസ് ആകത്തുള്ളൂ, ജനനായകൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കാണ് അവർ പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റിൽ നമുക്ക് വലുതായിട്ട് റിവ്യൂ കാണലൊന്നും ചെയ്യാനില്ല. അതായത് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഹാപ്പി ബർത്ത്ഡേ വിജയണ്ണ, ഹാപ്പി ബർത്ത്ഡേ ഇളയതലപതി, ആ ഒരു ഇതാണ്. കാരണം വിജയുടെ ബർത്ത്ഡേ ടൈമിലാണ് ഇത് റിലീസ് ആയിരിക്കുന്നത്. പിന്നെ രണ്ടാമതുള്ള ഏറ്റവും കൂടുതൽ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഫാൻസിൻ്റെ ആ ഒരു എമോഷനാണ്. ഇത് അവസാനത്തെ പടം ആയതുകൊണ്ടുള്ള ഫാൻസിൻ്റെ കുറേ എമോഷനും കാണുന്നതൊക്കെയാണ് രണ്ടാമത് ടോപ്പായിട്ട് ഇരിക്കുന്ന കമൻറ്റ്. മൂന്നാമത്തെ ഒരു കമൻറ്റ് മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് ലുക്കുമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതായത് വിജയുടെ ലുക്കിനെ കുറിച്ച് ഗംഭീര അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കാരണം അവർ ഏകദേശം മെർസലിനെ പോലെ ലുക്കും കാണലൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. അതിൽ വിജയ് ഫസ്റ്റ് ലുക്കിൻ്റെ അകത്ത് വാള് വെച്ച് മീശ വരിക്കുന്ന ഒരു സീനുണ്ട്. കിണ്ണൻ സീൻ എന്ന് പറഞ്ഞാൽ കിണ്ണൻ സീൻ. അങ്ങനെ കൊണ്ട് മാത്രമേ അത് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലുക്കും കാണലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എങ്ങനെയുണ്ട് ഫസ്റ്റ് ലുക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വിജയ് അഭിനയം നിർത്തുന്നതിനെക്കുറിച്ച്, നിങ്ങളൊരു വിജയ് ഫാൻ ആണെങ്കിൽ വിജയ് അഭിനയം നിർത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തോ എനിക്ക് ഈ വീഡിയോ ചെയ്യാനേ മൂടില്ലായിരുന്നു. എനിക്കിന്ന് വേറെ കുറേ പ്രശ്നങ്ങളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ളി ഞാൻ ബാഡടിച്ചിരിക്കുകയായിരുന്നു. വേറെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ക്യാമറയും പോയി. വേറെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ അതിൻ്റെയും ബാഡടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നേ. പിന്നെ ഒരു ഷോർട്സ് ആയിട്ടെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ നല്ല ബാഡടിച്ചിരിക്കുക. ഇതല്ല കാരണം, വേറൊരു കാരണമുണ്ട്. അതുകൊണ്ട് ബാഡടിച്ചിരിക്കുക. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ ബാഡായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോ കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്പം ഹാപ്പി ബർത്ത്ഡേ വിജയണ്ണ. ടാറ്റ, ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം